കനത്ത ചൂടിനെ അവഗണിച്ച് മധ്യ കേരളത്തിൽ ഇടതു സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ മുന്നേറുന്നു. എല്ലാ പ്രദേശങ്ങളിലും വൻ വരവേൽപ്പാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും. ആവേശകരമായ സ്വീകരണമാണ് ഇടതു സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ ലഭിക്കുന്നത്. മധ്യ കേരളത്തിലെ ഇടതു പ്രചാരണത്തിന് ആവേശം പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിലെ 3 കേന്ദ്രങ്ങളിലെ പൊതുയോഗങ്ങളിലാണ് പങ്കെടുക്കുന്നത്. രാവിലെ ചേർത്തലയിലായിരുന്നു ആദ്യ പൊതുയോഗം. സ്ഥാനാർത്ഥി എം ആരിഫും പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. ഉച്ചകഴിഞ്ഞ് ആലപ്പുഴ, കായംകുളം എന്നിവിടങ്ങളിലും മുഖ്യമന്ത്രി പ്രസംഗിക്കും. കോട്ടയം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ പിറവം നിയോജക മണ്ഡലതല വാഹന പര്യടനം പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇന്ന് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന വാഹന പര്യടനത്തിൽ പങ്കെടുക്കും. തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ 2ാം ഘട്ട പര്യടനം നാട്ടിക നിയോജക മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കാണും. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കും. ദേവികുളം നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇടുക്കി ഇടതു സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പര്യടനം നടത്തുന്നത്. 20 ഏക്കർ ടീ കമ്പനി, ബൈസൺ വാലി, ലാക്കാട് പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഗുണ്ടാർവിള, ചെണ്ടുവരെ, അരുവിക്കാട് പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കും. ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള UDF വനിതാ കൺവെൻഷൻ ചെറുതോണിയിൽ ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്യും. തീരപ്രദേശ മേഖലയായ ചെല്ലാനത്തിൽ നിന്നായിരുന്നു എറണാകുളം ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ പറയുന്നു അത്യന്തം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ജാഗ്രതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. ജാഗ്രതയോടുകൂടി കണ്ണിമ വെട്ടാതെ സസൂക്ഷ്മം വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. തുടർന്ന് കണ്ണമാലി, തോപ്പുംപടി, പള്ളുരുത്തി പ്രദേശങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ടു. വൈകിട്ട് കുമ്പളങ്ങിയിൽ ഇന്നത്തെ പര്യടനം സമാപിക്കും. വടക്കേക്കരയിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഇന്നത്തെ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. ശേഷം ചേന്നമംഗലം, ചിറ്റാറ്റുകര, പുത്തൻവേലിക്കര എന്നീ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കും. ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്നായിരുന്നു NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണന്റെ ഇന്നത്തെ പര്യടനത്തിന്റെ തുടക്കം. അമരാവതി, നസ്രത്ത് എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കും. മധ്യ കേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.